പാർത്ഥസാരഥി എന്ന വാക്ക് കേൾക്കുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. പാർത്ഥൻ എന്ന് പറഞ്ഞാൽ അർജുനനാണ് നമുക്കെല്ലാം അറിയാം. പക്ഷേ അർജുനൻ എന്ന് പറഞ്ഞാൽ പോരെ, അർജുനന്റെ സാരഥി എന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ കിരീടിയുടെ സാരഥി എന്നോ വിജയന്റെ സാരഥി എന്നൊന്നും പറഞ്ഞില്ല. പാർത്ഥന്റെ സാരഥി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പറയുമ്പോൾ മഹാഭാരതത്തിന്റെ യുദ്ധ കാലഘട്ടത്തിൽ സ്വന്തം രാജ്യവും ഊരും വീടും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഉപേക്ഷിക്കുവാൻ നിർബന്ധിതരായി സ്വജനങ്ങളുടെ ബന്ധുക്കളുടെ തന്നെ അത്യന്തം ഹീനമായ ആക്രമണം കൊണ്ട് വീട് വിട്ടു പോകേണ്ടി വരുന്ന, നാട് വിട്ടു പോകേണ്ടി വരുന്ന ഖിന്നരായ പാണ്ഡവരുടെ വേദന, ആ വേദനയുടെ കാഠിന്യം അവർക്ക് ഒരിക്കലും അനുഭവപ്പെടാതിരുന്നത്, നഷ്ടത്തിൻ്റെ വേദന അവർ മനസ്സിലാക്കാതിരുന്നത് ഒരേ ഒരു കാര്യം കൊണ്ടാണ്. ഭീമനോ അർജുനനോ നകുലനോ സഹദേവനോ ഇവരൊന്നും ദുഃഖത്തിൻ്റെ തീച്ചൂളയിൽ പോലും ആ ദുഃഖത്തിൻ്റെ തീവ്രത അറിയാതിരുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. ശ്രീകൃഷ്ണന് പാണ്ഡവരെന്നോ കൗരവരെന്നോ ഭേദബുദ്ധിയില്ല. കാരണം ഭഗവാൻ അവതാരമാണ്, ഈശ്വരാവതാരമാണ്. ഈശ്വരന് ഭേദബുദ്ധിയില്ല. ഈശ്വരനൊരു ഭേദബുദ്ധി വരണമെങ്കിൽ ധർമ്മവും അധർമ്മവും നമ്മൾ ഏറ്റുമുട്ടൽ വരണം. ധർമ്മവും അധർമ്മവും തമ്മിൽ ഏറ്റുമുട്ടൽ വരുമ്പോൾ ഈശ്വരൻ തീർച്ചയായും ധർമ്മപക്ഷത്തേക്ക് വരും. പക്ഷേ ധർമ്മപക്ഷത്തേക്ക് വരണമെങ്കിൽ നമ്മുടെ പൂർവകർമ്മങ്ങൾ നാം അനുഭവിച്ച് തീരുക തന്നെ വേണം. പലപ്പോഴും നമുക്ക് ഒരു ചോദ്യം മനസ്സിൽ കാണാം. ഇത്രയധികം പാണ്ഡവർ കാട്ടിൽ അലഞ്ഞിട്ടും വേഷം മാറി നടന്നിട്ടും ദുര്യോധനാദികളുടെ പീഡ സഹിച്ചിട്ടും ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് കൂടെ നിന്നതല്ലാതെ അവർക്ക് എന്തുകൊണ്ട് ഉടനടി ഒരു സഹായം ചെയ്തില്ല? എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യമാണ്. എന്നോടും പലരും ചോദിക്കാറുണ്ട്. അപ്പം അവരിങ്ങനെ പറയും, ദുഷ്ടന്മാരെ ഇങ്ങനെ പന പോലെ വളർത്തുകയല്ലേ ഭഗവാൻ, ഞങ്ങളൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഇത്ര ദുഃഖം വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് പലരും ചോദിക്കാറുണ്ട്. ദുഃഖത്തിന് നിദാനം പൂർവകർമ്മം തന്നെയാണ്. അർജുനാദികൾക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം, അഗ്നി പരീക്ഷയാണ് വനവാസകാലം. ആ വനവാസകാലത്തിലും ഭഗവാനും സഞ്ജയനുമെല്ലാം പാണ്ഡവാദികളെ കാണുകയും ഉപദേശം നൽകുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഭഗവാന്റെ പരമഭക്തയാണ് ദ്രൗപദി. ദ്രൗപദിക്ക് ദുര്യോധനാദികളിൽ നിന്ന് ഏറ്റ അപമാനം, ആ അപമാനമാണ് സത്യം പറഞ്ഞാൽ ഈ യുദ്ധത്തിന്റെ മൂലകാരണം. യുദ്ധത്തിന്റെ മൂലകാരണം അതാണെന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ പറ്റില്ല. ദുര്യോധനാദികളുടെ കൊട്ടാരം സന്ദർശിക്കുന്ന വേളയിൽ, അല്ല, പാണ്ഡവരുടെ കൊട്ടാരം സന്ദർശിക്കുന്ന വേളയിൽ ഈ ദുര്യോധനന് പറ്റിയ അമളി കണ്ട് ചിരിച്ച പാഞ്ചാലിയുടെ ആ ആസ്ഥാനത്തുള്ള ചിരിയാണ് കാരണമെന്നും പറയുന്നുണ്ട്. ഇനി അതല്ല, അത് ഒഴിവാക്കിയാലും ക്രുദ്ധനായ ദുര്യോധനനെ സൃഷ്ടിച്ചത് അധികാരപ്രമത്തതയാണ്. എങ്ങനെയും എല്ലാം എനിക്ക് മാത്രം ആസ്വദിക്കാനും അനുഭവിക്കാനും പിടിച്ചടക്കണമെന്ന ദുരയാണ്. കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടാതെ ഇനിയും വേണം, ഇനിയും എനിക്ക് ഭൂമി വേണം, സഹോദരങ്ങൾക്ക് കൊടുക്കില്ലെന്ന ചിന്തയാണ്. ഒരാൾ സ്വസഹോദരന്മാരിൽ പോലും സാഹോദര്യം കാണുന്നില്ല. അർജുനനാവട്ടെ ഏറ്റവും സന്നിഗ്ധ ഘട്ടത്തിൽ പോലും സഹോദരങ്ങളെയും അമ്മാവന്മാരെയും ഗുരുക്കന്മാരെയും എല്ലാം കണ്ട് പതറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. കാരുണ്യം ആരോട് പാടില്ലയോ അവരോട് കാരുണ്യം തോന്നുന്നത് അധർമ്മമാണ്. ശത്രു ദയ അർഹിക്കുന്നില്ല എന്ന് നമ്മുടെ വാസുദേവൻ നായർ എഴുതിയ പോലെ ശത്രു ദയ അർഹിക്കുന്നില്ല. കാരണം ശത്രു ആവുന്നത് അധർമ്മം ചെയ്തുകൊണ്ടായതുകൊണ്ട് ഒരു സ്ത്രീയെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ വെച്ച് തന്നെ വസ്ത്രാക്ഷേപം ചെയ്യുവാനും ഉപദ്രവിക്കുവാനും പീഡിപ്പിക്കുവാനും ഒക്കെ കാണിക്കുന്ന ആ കൗടില്യം, അത് അധർമ്മത്തിന്റെ അങ്ങേയറ്റമാണ്. നമ്മുടെ രണ്ട് ഇതിഹാസങ്ങൾ മഹാഭാരതവും രാമായണവുമാണ്. ഈ രണ്ട് ഇതിഹാസങ്ങളുടെയും പ്രത്യേകത, ഈ രണ്ടിലും ഘോര യുദ്ധങ്ങൾ വർണ്ണിച്ചിട്ടുണ്ട്. ആ യുദ്ധങ്ങളെല്ലാം ഉണ്ടായത് സ്ത്രീ കാരണമാണ്, സ്ത്രീക്ക് വേണ്ടിയാണ്, സ്ത്രീയെ വീണ്ടെടുക്കുവാനാണ്.
അപ്പൊ സ്ത്രീയെ വീണ്ടെടുക്കുവാൻ വേണ്ടി നടത്തിയ 2 യുദ്ധങ്ങളാണ് രാമായണത്തിലെ രാമരാവണ യുദ്ധവും മഹാഭാരതത്തിലെ പാണ്ഡവ കൗരവ യുദ്ധവും. ഈ രണ്ടിലും ധർമ്മമാണ് ഉരകല്ല്. ധർമ്മത്തിന്റെ ദൃഷ്ടിയിൽ ആരാണ് തെറ്റ്, ധർമ്മത്തിന്റെ ദൃഷ്ടിയിൽ ആരാണ് ശരി, അത്ര മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ കണ്ണിൽ നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണെന്നോ, നിങ്ങൾ ഏത് ജാതിക്കാരനാണെന്നോ, നിങ്ങൾ ഏത് ഊരുകാരനാണെന്നൊന്നും പ്രശ്നമില്ല. ഭഗവാന്റെ കണ്ണിൽ ധർമ്മം അധർമ്മം എന്ന് 2 തുലാസ് മാത്രമേ ഉള്ളൂ. അതിൽ ധർമ്മത്തിന്റെ തട്ട് താണിരിക്കുന്നെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ രക്ഷയ്ക്കെത്തും. അധർമ്മമാണ് കൂടിയിരിക്കുന്നെങ്കിൽ ഭഗവാൻ നിങ്ങളെ പരിഗണിക്കുകയില്ല എന്നതാണ് ആത്യന്തികമായി 2 ഇതിഹാസങ്ങളും നൽകുന്ന സന്ദേശം. അപ്പൊ ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി കർമ്മം ചെയ്യുവാനുള്ള വ്യവസ്ഥിതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു രാമായണ മഹാഭാരതാദി കൃതികൾ. ഇവിടെ വളരെ ശ്രദ്ധിച്ചോർക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, സ്വജനങ്ങളോട് അവർ കടുത്ത അധർമ്മം ചെയ്തിട്ട് പോലും മമതാബുദ്ധിയുള്ളവനായി അർജുനൻ മാറി. അങ്ങനെ തൻ്റെ ഭാര്യയ്ക്ക് നേരിട്ട അപമാനത്തിൽ ഇത് തൻ്റെ ഭാര്യയ്ക്കാണല്ലോ നേരിട്ടത്, അവളും എൻ്റെ ആളല്ലേ എന്ന് ചിന്തിക്കാനുള്ള ബോധം ഇല്ലാതെ പോയി. സ്വന്തം ഭാര്യയെ ഇനിയൊരുത്തൻ അവഹേളിക്കുമ്പോൾ അവിടെ നോക്കി നിന്ന് അവർക്ക് വേദനിക്കുമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു തരം രാഷ്ട്രീയ ക്ലീബത എന്ന് പറഞ്ഞാൽ ഗീതയിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ആണും പെണ്ണും കെട്ടൊരവസ്ഥ, ഒരു നിർണയം എടുക്കാൻ കഴിയാത്ത അവസ്ഥ, മനസ്സിന്റെ ചാഞ്ചല്യം എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെ ഇംഗ്ലീഷ് മെലങ്കളി അല്ലെങ്കിൽ ഡിലമ, മെലങ്കളിയേക്കാൾ ഡിലമയാണ്, അതായത് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ധർമ്മസങ്കടമാണ്. അർജുനൻ ഈ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അധ്യാപകരെയും എല്ലാം കൊന്നിട്ട് കിട്ടുന്ന വീരസ്വർഗം ആസ്വാദ്യമായിരിക്കുമോ? ആ സ്വർഗം കൊണ്ട് ദുഃഖമല്ലേ ഉണ്ടാവൂ? സ്വജനങ്ങളെല്ലാം കൊന്നിട്ട്, എല്ലാവരെയും കൊന്നിട്ട് എന്തിനാണ് സ്വർഗം എന്ന ഒരു ന്യായവാദം ഉന്നയിക്കുകയാണ്. എന്നാൽ ഭഗവാൻ ഉറച്ചു നിൽക്കുകയാണ്. എന്തിൽ? ഒരു സ്ത്രീയുടെ കണ്ണീർ, ധർമ്മിഷ്ഠയായ ഭക്തയായ ആർക്കും ദ്രോഹം ചെയ്യാത്ത ഒരു സ്ത്രീയുടെ കണ്ണീർ, ഈ ആണുങ്ങളെന്ന് മേനി നടിച്ച് ആരോഗ്യവാന്മാരായ യോദ്ധാക്കളായ ലോകൈക വീരന്മാരായ ആണുങ്ങളുടെ മുമ്പിൽ കണ്ണീര് വീണിട്ടും അവിടെ ഒരു യുദ്ധം ഉണ്ടാവാതിരുന്നാൽ ഈ ലോകത്ത് ഭഗവാൻ ഇല്ലെന്ന് പറയേണ്ടി വരും. ഇപ്പൊ മഹാഭാരത യുദ്ധത്തിന്റെ ആ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ, ഭക്തയായ ഒരു സ്ത്രീയുടെ, ധർമ്മിഷ്ഠയായ ഒരു സ്ത്രീയുടെ കണ്ണീരിൽ നിന്നാണെന്ന് പറയേണ്ടി വരും. ഇതേപോലെ തന്നെയാണ് രാമായണത്തിലും ഒരു പതിവ്രതാരത്നമായ സീതാദേവിയുടെ കണ്ണീരിൽ നിന്നാണ് രാവണന്റെ കോട്ടയും രാവണന്റെ കൊട്ടാരങ്ങളും രാവണന്റെ സ്വർണ്ണ നിർമ്മിതമായ വിമാനവുമെല്ലാം അഗ്നിക്കിരയാവുന്നതിന്റെ കാരണം ഒരു സ്ത്രീയുടെ കണ്ണീരാണ്. ഒരു സ്ത്രീയുടെ കണ്ണീർ അഗ്നിക്ക് തുല്യമാണെന്ന് കാണിച്ചു തന്ന 2 ഇതിഹാസങ്ങളാണ് നമുക്കുള്ളത്. നിർഭാഗ്യവശാൽ 40 വയസ്സിനുള്ള താഴെയുള്ള ആർക്കും ഇതിനെ താല്പര്യമില്ല എന്നുള്ളതാണ് ഹിന്ദുക്കളുടെ ദുരവസ്ഥ. ഇതര മതങ്ങളിൽ അവർ ശവക്കല്ലറ കൊടുക്കില്ല. അവരുടെ കൃത്യമായ റിലീജിയസ് ആക്ടിവിറ്റീസിൽ, അത് മതപരമായ ചടങ്ങുകൾ പങ്കുകൊണ്ടില്ലെങ്കിൽ മരിച്ചാൽ അവിടെ അടക്കാൻ സമ്മതിക്കില്ല, വിവാഹം നടക്കില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു നിബന്ധനയും ഇല്ലാത്തതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഇതിനൊന്നും വിലയില്ല. എന്നാൽ സായിപ്പന്മാർ കൃത്യമായിട്ട് പഠിക്കും. ജർമ്മനിയിലും അമേരിക്കയിലും ഒക്കെയുള്ള സായിപ്പന്മാർ ഇതിൻ്റെ ധാർമ്മിക മൂല്യം കണ്ടിട്ടും ഇത്തരം സാഹിത്യകൃതികളുടെ സാഹിത്യമൂല്യം കണ്ടിട്ടും നമ്മുടെ രാമായണവും മഹാഭാരതവും വായിക്കുകയും പഠിക്കുകയും അതിൽ ഗവേഷണം ചെയ്യുകയും ഡോക്ടറേറ്റ് കരസ്ഥമാക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് വിലയില്ലെങ്കിലും. നമ്മളൊരു പഴയ ചൊല്ലില്ലേ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം ഞാനൊരിക്കൽ തമാശയായിട്ട് പറഞ്ഞു, മുറ്റത്തെ മുല്ല എന്ന് വിളിക്കുന്നതാണ് തെറ്റ്, മുറ്റത്തെ മുല്ലാക്കാന്ന് വിളിച്ചാൽ അതിന് കേരളത്തിൽ വിലയുണ്ടാവും.